നമശിവായ. നമസ്കാരം. ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് സാഖ്യയോഗത്തിൻ്റെ ഭഗവാൻ അർജുന ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ. നാം അവസാനമായി ശ്രദ്ധിച്ചത് 58-ാമത്തെ ശ്ലോകമാണ്. 58-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനോട് പറഞ്ഞത്, ആമ തൻ്റെ അവയവങ്ങളെ എങ്ങനെ ഉള്ളിലേക്ക് വലിക്കുന്നുവോ അതുപോലെ ഇന്ദ്രിയങ്ങളെ അടക്കി വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നവൻ്റെ ബുദ്ധി സ്ഥിരമാകുന്നു എന്ന് പറഞ്ഞ് നിർത്തിയ ഭാഗത്താണ് നാം നിൽക്കുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. തുടർന്ന് വരുന്ന അർത്ഥങ്ങൾ ചേർന്ന് വരുന്ന 3 ശ്ലോകങ്ങൾ. ശ്ലോകം 60. ശ്ലോകം 59. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തന്തേ. ഇതിനർത്ഥം ദേഹധാരികളായ മനുഷ്യർക്ക് നിരാഹാരത്തിലൂടെ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. എന്നാൽ വിഷയങ്ങളുടെ രസം അപ്പോഴും ജീവാത്മാവിൽ നിലനിൽക്കുന്നു. ഈ ഭോഗേച്ഛ ഇല്ലാതാകണമെങ്കിൽ പരബ്രഹ്മജ്ഞാനം തന്നെ വേണം എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 60. യതതോ ഹ്യപി കൗന്തേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. ഹേ അർജുന, ഇതിൻ്റെ അർത്ഥം, ഹേ അർജുന, പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന വിജ്ഞാനവാനായ പുരുഷൻ്റെ മനസ്സിനെ പോലും ബലാത്കാരേണ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുള്ള അവയാണ് ഇന്ദ്രിയങ്ങൾ. അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 61. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസീന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നത്, ഈ എല്ലാ ഇന്ദ്രിയങ്ങളെയും വശത്താക്കി മനസ്സിനെ യോഗയുക്തമാക്കുക. ഇപ്രകാരം എൻ്റെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ഇന്ദ്രിയങ്ങളെ അടുപ്പിച്ച് ഇന്ദ്രിയങ്ങളെ വശീഭൂതമാക്കി ഇന്ദ്രിയങ്ങളെ അടക്കി വയ്ക്കുകയും ചെയ്യുന്നവൻ്റെ ബുദ്ധി സ്ഥിരമായി തീരുന്നു. ഈ 3 ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കുമ്പോൾ, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ള ഏറ്റവും സരളമായ മാർഗം നിരാഹാരിയാവുക എന്നതാണ്. ഇന്ദ്രിയങ്ങളെ എല്ലാ വിഷയങ്ങളിൽ നിന്നും അടർത്തിയെടുക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം നിരാഹാരിയാകുക എന്നതാണ്. എന്നാൽ വിശപ്പുള്ളവൻ്റെ മനസ്സ് മറ്റെല്ലാ വിഷയങ്ങളിൽ നിന്നും മാറി രസനയിൽ മാത്രമായി കൂടിച്ചേരുന്നു. അതായത് ആഹാരം എന്നതുകൊണ്ട് കേവലം ഭക്ഷണമെന്ന് അർത്ഥമെടുക്കരുത്. മുൻ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഇന്ദ്രിയങ്ങളിലൂടെ ലഭ്യമാകുന്നതെല്ലാം ആഹാരങ്ങൾ തന്നെയാണ്. പതുക്കെ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നതിലൂടെ ബ്രഹ്മാനന്ദ രൂപിയായ രസത്തിൻ്റെ പ്രഭാവത്തിൽ ഇന്ദ്രിയ വിഷയങ്ങളിലും ഉള്ള
ഒട്ടൽ ഇല്ലാതായിത്തീരുന്നു. എന്നാൽ ഇതിനൊരു വലിയ തടസ്സമുണ്ട്. എന്താണ്? ഒട്ടേറെ പരിശ്രമം ചെയ്യുന്ന വ്യക്തികളുടെ മനസ്സിനെ പോലും ചഞ്ചലമാക്കാൻ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയുണ്ട്. അത് നാം ഓർക്കണം. അതിനാൽ അർജുന, ഈശ്വരഭക്തനായ ഞാൻ ദിനരാത്രങ്ങളിൽ ഈശ്വര ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു. നിനക്ക് ഞാൻ തരാൻ ഈശ്വരഭക്തി അല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്നെ അനുകരിച്ചുകൊണ്ട് സ്ഥിതപ്രജ്ഞനാകാൻ ശ്രമിക്കൂ അർജുന എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. 61. ഇപ്പോൾ നമ്മൾ അവസാനം നോക്കിയ ശ്ലോകത്തിൽ 61-ാം ശ്ലോകത്തിൽ മത്പര അഥവാ എന്നിൽ തന്നെ മനസ്സുറപ്പിക്കണം എന്ന് കാണാം. എന്നിൽ എന്നതുകൊണ്ട് ഞാൻ പറയുന്ന വാചകങ്ങൾ, ആശയങ്ങൾ എന്നൊക്കെയാണ് അർത്ഥമെടുക്കേണ്ടത്. ഇത് ഗീത അവതരണ ശൈലിയാണ്. ഇതിനെക്കുറിച്ചറിയാൻ മഹാഭാരതത്തിലെ അശ്വമേധിക പർവ്വം പഠിക്കണം. അശ്വമേധിക പർവ്വത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഇപ്പോൾ അർജുനന് ഭഗവാൻ ഇന്ദ്രിയ നിഗ്രഹം ചെയ്യുന്നതിൻ്റെ എളുപ്പവഴികൾ, അതിൻ്റെ ഗുണഗണങ്ങൾ, അതിൻ്റെ എന്താ പറയുക, ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ ആവശ്യകത, അതെങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെയാണ് ഭഗവാൻ പറഞ്ഞത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരു പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ മിത്രങ്ങൾക്കും ശുഭസുദിനം നേരുന്നു. നമഃശിവായ. നമസ്കാരം.